ഗ്രേസി, ഞാൻ പോട്ടെ. കൊള്ളാം. ഇതെന്ത് വേഷമാ? ഈ പാൻസിന് ഷർട്ട് എങ്ങനെ മാച്ച് ആവാനാ? ഇതേ കിട്ടിയുള്ളൂ. ഇനി വരൂ. എങ്ങോട്ട്? എനിക്ക് ഓഫീസിൽ പോകാൻ നേരമായി. ഇനി വരൂ. വരുന്നേ. ഓഫീസ് ടൈം. ഡാഡി, ഡാഡി, ഈ ഹെൻപെക്ട് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? പെൺകോന്തൻ എന്ന് പറഞ്ഞാൽ ഭാര്യ പറയുന്ന എന്തും അനുസരിക്കുന്നവൻ എന്നർത്ഥം. ഡാഡിയെ പോലെയോ? നിന്നോടാരാ ഈ വേണ്ടാത്ത ചോദ്യമൊക്കെ ചോദിക്കാൻ പറഞ്ഞു? നീ എന്തിനാ ഇവനെ വേണ്ടാത്തൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്നത്? ആര്? ഞാനോ? ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ വല്ലതും പറഞ്ഞോ മോനെ? ദേ, നിങ്ങളുടെ അനിയത്തിയെ ഇവനെ ഓരോന്ന് പറഞ്ഞു പഠിപ്പിച്ചാലുണ്ടല്ലോ. ഞാൻ എന്ത് പറഞ്ഞു ചേട്ടത്തമ്മ പറയുന്നത്? നീ ഒന്നും പറഞ്ഞില്ലല്ലേ? ആരും ഒന്നും പറഞ്ഞു കൊടുക്കാതെയാണോ ഇവനെ കണ്ടതൊക്കെ പറയുന്നത്? അവനതിന് എന്ത് പറഞ്ഞെന്നാ പറയുന്നത്? ഞാനൊരു പെങ്കോന്തനാണെന്ന് ചിരിക്കുന്നു. നീ ഇറങ്ങുന്നില്ലേ? ഇല്ല, ഞാൻ പോവാ. അതിലൊന്ന് വിമൻസ് കോളേജ് ഒന്നും ഇല്ല ഇത്ര ധൃതി വെച്ച് പോവാൻ. വിമൻസ് കോളേജ് ഇല്ലെങ്കിൽ എന്താ, പാരലൽ കോളേജ് ഇല്ലേ? ചെല്ലേ അല്ലേ. ബൈ ആന്റി. ഉച്ചയ്ക്ക് മറക്കാതെ ചോറ് കഴിക്കണേ മോനെ. കൈകാലം സൂക്ഷിക്കണേ. ഞാൻ വല്ല ഹെൽപ്പും ചെയ്യണോ? വേണ്ട, ഒരു സഹായം വേണ്ട. മോളങ്ങ് പോയാ മതി. നീ എന്താ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്? എന്താ കാര്യം വെച്ചാ പറ. പിന്നെ ഈ ബ്ലൗസിന് ചേരുന്ന ഒരു സാരി ഉണ്ടല്ലോ ചേട്ടത്തിയമ്മയ്ക്ക്, അതൊന്ന് തരോ? അത് ശരി, മോളുടെ മട്ട് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. എന്നാ, എനിക്കറിയാം. യു ആർ സോ സ്വീറ്റ്. മോർണിംഗ്. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. പിന്നെ 84 ട്രാവൽ അക്കൗണ്ട്സ് ടാലി ചെയ്യുന്നില്ലല്ലോ. ആ വൗച്ചറും ബില്ലുമായിട്ടൊന്ന് ഒത്തു നോക്കൂ. ശരി സർ. പെണ്ണെ, നിന്നോടൊരു കാര്യം ചോദിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ട് കുറച്ച് ദിവസമായി. നിന്റെ വിവാഹം കഴിഞ്ഞിട്ട് 3-4 മാസമായില്ലേ? ഇതേവരെ വിശേഷമൊന്നും ആയില്ലല്ലോ. ഇതൊന്നും വെച്ച് താമസിപ്പിക്കേണ്ട കാര്യങ്ങളല്ല. നേരത്തെ നോക്കിയില്ലെങ്കിൽ എന്നെ പോലെ അബദ്ധം പറ്റും. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. എന്താ രാവിലെ ഒന്നും കഴിച്ചില്ലേ? എന്റെ പെണ്ണെ, സ്മാർട്ട് ആയിട്ട് എങ്ങനെ പറ ഗുഡ് മോർണിംഗ്. ഓ, ഈ പെണ്ണൊന്ന് ചിരിച്ചു കണ്ടിട്ട് മരിച്ചാ മതിയായിരുന്നു എന്റെ ഈശോയെ. എന്നെ വിളിച്ചോ? ഹലോ രോമാഞ്ചം, എന്തു പറയുന്നു? ഹലോ. ഇന്ന് രോമാഞ്ചത്തിന്റെ പടം റിലീസാണ്, കാണുന്നില്ലേ? ഹായ് ഡോളി.
മോൻ എന്താ വല്ലാതിരിക്കുന്ന? അവള് വല്ലതും പറഞ്ഞോ? ഡോളി ദുബായിക്ക് പോയ കാര്യം മോൻ അറിഞ്ഞില്ല അല്ലേ? മോൻ ആരാന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാം. ഇവള് വന്നിട്ട് 2-3 ദിവസമല്ലേ ആയുള്ളൂ. സാരമില്ല, എന്തെങ്കിലും പറഞ്ഞെങ്കിൽ തന്നെ മോൻ അതൊന്നും കാര്യമാക്കണ്ട. പുതിയ പെണ്ണല്ലേ. അതൊന്നും അല്ല കാര്യം ഈശോ ചേട്ടാ. അതിനാ പെണ്ണൊന്നും പറഞ്ഞില്ല. ഞാൻ വേറൊരു കാര്യം ഓർത്തു പോയതാ. ഞാൻ വരട്ടെ. ആ നീ അങ്ങോട്ടാ വീട്ടിലേക്ക് വരുന്നില്ലേ? അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോവാണ്. ഞാൻ പിന്നെ വന്നേക്കാം. അടുത്തെങ്ങും ബസ് കിട്ടുന്ന ലക്ഷണമില്ല. എന്നെ ഒന്ന് വീട്ടിൽ വിട്ടിച്ച് പോയാൽ പോരെ? അയ്യോ, അത് പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് പോയിട്ട് ധൃതിയുണ്ട്. ഞാൻ വേണേ 5 രൂപ തരാം. ചേച്ചി ഓട്ടോറിക്ഷ പോയിക്കോ. പിന്നെ നിന്റെ ഔദാര്യമൊന്നും എനിക്ക് വേണ്ട. നിന്റെ ഈ സമയത്ത് പോക്ക് എങ്ങോട്ടാണെന്ന് എനിക്കറിയാം. എന്നെ വീട്ടിൽ വിട്ടിച്ച് നീ പോയാൽ മതി. ശല്യമായല്ലോ. ഇപ്രാവശ്യം കടുവാങ്ങ ആര് പറഞ്ഞു അപ്പച്ചനെ ചേച്ചിയോട് സ്നേഹമില്ലെന്ന്? ഇത് കണ്ടില്ലേ? തരുമ്പം ചേച്ചിക്കാണെന്നൊന്നും പറയില്ല. പക്ഷെ കൃത്യമായിട്ട് ഇവിടെ എത്തുന്ന മത്തായിക്കുട്ടി അറിയാം. പിന്നെ എന്തൊക്കെയുണ്ട് വീട്ടു വിശേഷം? അപ്പച്ചന് സുഖം തന്നെയല്ലേ? അങ്ങേർക്ക് എന്തോ അസുഖം വരാനാ? എനിക്ക് വിശക്കുന്നു. ചോറ് വിളമ്പ്. ചേച്ചിക്കൊരു വിശേഷം കേൾക്കണം. എന്താ? ഇപ്രാവശ്യം ഉണ്ടായിരുന്നു അപ്പച്ചന്റെ ഒരു കല്യാണാലോചന. ഏതോ ഒരു ആന്റണിയുടെ മോളാ. 100 പവന്റെ സ്വർണം, 2 ലക്ഷം രൂപയും. എന്താ വളോ? എന്നിട്ട് നീ എന്ത് പറഞ്ഞു? മറുപടി ആസ് യൂഷ്വൽ. തൽക്കാലം വേണ്ടെന്ന് പറഞ്ഞു. പീറ്റർ, നിനക്ക് ആ പെണ്ണിനെ പോയി ഒന്ന് കാണാൻ പാടില്ലായിരുന്നോ? ശ്രീധന് ഇഷ്ടമല്ലെങ്കിൽ വാങ്ങണ്ട. അപ്പച്ചന് ആഗ്രഹം ഉണ്ടാവില്ലേ നീ ഒന്ന് കല്യാണം കഴിച്ച് കാണാൻ? കല്യാണം കഴിക്കില്ലെന്ന് ആര് പറഞ്ഞു? അതൊക്കെ സമയം വരുമ്പോ നടക്കും. ഈ വക കാര്യത്തിലൊന്നും ആരും ആരെയും നിർബന്ധിക്കാൻ പാടില്ല. കരിമീനില്ലേ? ആ, ഇപ്പൊ കൊണ്ടുവരാം. ഇന്ന് 2 കൂടിയാണെന്ന് തോന്നുന്നു. ആഹാ, സാറ് നേരത്തെ തുടങ്ങിയോ? എനിക്ക് കരിമീനില്ലേ? ഒരെണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. അവന് കരിമീൻ വലിയ ഇഷ്ടമാ. എനിക്ക് അതിലും വലിയ ഇഷ്ടമാ. ഇന്നാടോ കൊതിയ? ചേച്ചി, നമുക്ക് ഇവളെ ഒന്ന് കെട്ടിച്ചയക്കണ്ടേ? ഞാനിവിടെ നിൽക്കുന്നതിൽ പീറ്ററിന് എന്താ എത്ര വിഷമം? വിഷമമൊന്നുമില്ല. അല്ല, കാലാകാലങ്ങളിൽ നടക്കേണ്ടത് നടക്കണ്ടേ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഓ, ഒരു കാർന്നൂര് വന്നിരിക്കുന്നു പെണ്ണ് കെട്ടിക്കാൻ. അല്ല, നിനക്കിത് പറയാൻ എന്താ യോഗ്യത? നീ സന്യസിക്കാൻ തീരുമാനിച്ചിരിക്കല്ലേ? അങ്ങനെ പറഞ്ഞു കൊടുക്കുക ചേച്ചി. ബുദ്ധി വെക്കട്ടെ.